പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് ലക്ഷ്യബോധം എന്ന് പറയുന്നത്. എന്താണ് ഈ ലക്ഷ്യബോധം എന്ന് നോക്കിയാലോ? ചാണക്യനായി പ്രശസ്തി ആർജിച്ച നമ്മുടെ വിഷ്ണുഗുപ്തൻ എന്ന് പറഞ്ഞ 5 വയസ്സുകാരൻ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗുരുവിൻ്റെ കണ്ണിൽ അവൻ്റെ ആഢ്യത്വമില്ലാത്ത വസ്ത്രം കണ്ടപ്പോഴും അവൻ്റെ കയ്യിലിരിക്കുന്ന ഗുരുദക്ഷിണയായ വെറ്റയും പാക്കിനോടൊപ്പം ഒരു വെള്ളി നാണയം കണ്ടപ്പോഴും അവനോട് അപകർഷ തോന്നി. അവൻ്റെ വലം കൈ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ കയ്യിൽ വിദ്യാരേഖയില്ലെന്ന്. അത് കേട്ട ഉടനെ വിഷ്ണുഗുപ്തൻ എന്ന ആ കൊച്ചുകുട്ടി തൻ്റെ കൈ ഗുരുവിൽ നിന്നും പിടിച്ചു വാങ്ങി ഗുരുവിൻ്റെ മുമ്പിലിരിക്കുന്ന എഴുത്താണി എടുത്ത് അവൻ്റെ കയ്യിലേക്ക് തലങ്ങും വിലങ്ങും അങ്ങ് വരച്ച് മുറിവുണ്ടാക്കി. രക്തം വാർന്നൊഴുകുന്ന കൈ ഗുരുവിൻ്റെ നേരെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നീട്ടിക്കൊണ്ട് ആ കുഞ്ഞുമോൻ പറഞ്ഞു, ഗുരു, ഈ കയ്യിലിരിക്കുന്ന വരകളിൽ ഏതെങ്കിലും ഒന്ന് ഉണങ്ങുമ്പോൾ വിദ്യാരേഖയായി മാറും. അങ്ങനെ ആകുമ്പോൾ ഗുരു എന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന്. അത് കേട്ടപ്പോൾ ഗുരു ഉടനെ തന്നെ അവനെ ശിഷ്യനായി സ്വീകരിച്ചു. അതാണ് വിഷ്ണുഗുപ്തൻ്റെ ആ മനോധൈര്യം എന്ന് പറയുന്നത്, ആ വിൽ പവർ എന്ന് പറയുന്നത്, ലക്ഷ്യബോധം എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ഉണ്ടാവും. അത് നമ്മൾ വിശ്വസിക്കുക, പരിശ്രമിക്കുക, കിട്ടും. അതായത് വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. എല്ലാവർക്കും പറ്റിയൊരു ഉപദേശം തന്നെയാണിത്.